ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ സബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആനയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫാമിലിയായിട്ട് ഗുരുവായൂർ ആനക്കോട്ടയിലൊന്ന് പോയിരുന്നു. അവിടെ ചെന്ന സമയത്താണ് ഒരാനയെ മദപ്പാട് സംബന്ധിച്ചിട്ട് അവനെ തളച്ചിട്ടിരിക്കുന്നത് കണ്ടതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം തോന്നി. പിന്നെ മദപ്പാടിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയാനുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നില്ല. അപ്പോൾ നമ്മൾ അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ്. പിന്നെ നോക്കി നമ്മുടെ മുടിയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മുടിയൊക്കെ ഇതേപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സംശയങ്ങളൊക്കെ പലതും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന ഡോക്ടറെ ഇൻ്റർവ്യൂ എടുക്കുന്ന വീഡിയോസ്, എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ അതൊന്ന് കയറി കാണുക. ഓക്കെ. പിന്നെ അതുകൂടാതെ നമുക്ക് അധികം വളച്ചുകെട്ടോ ഇങ്ങനെ ഇതില്ലാതെ നമുക്ക് വേഗം തന്നെ നമ്മുടെ ആനക്കാര്യത്തിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ആനക്കുട്ടൻ. നമ്മുടെ ആനക്കോട്ടയിലുള്ള ആനക്കുട്ടനാണത്. അവൻ അവിടുന്ന് സിമ്പിളായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ചെവിയുടെ ഫ്രണ്ടിലായിട്ടും കണ്ണിൻ്റെ ഇടയിലായിട്ട് ഒരു പാട് കണ്ടോ, ഒരു ജലം ഒഴുകി വരുന്ന പോലെ. അതാണ് മദജലം. അവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ജലം ഇങ്ങനെ ഒഴുകി വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ജലത്തിന് അതായത് ചെറിയ സ്മെല്ലുണ്ടാകും എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നമ്മുടെ ആനപ്പാപ്പാൻ അവിടെ നിന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആനപ്പിണ്ടമൊക്കെ വാരി മാറ്റി അവനെ കുളിപ്പിക്കാനുള്ളൊരു പരിപാടിയിലാണ് അദ്ദേഹം ആനപ്പാപ്പാൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി. കുളിപ്പിക്കാൻ നമുക്കൊന്ന് കണ്ടു കളയാമെന്നുള്ളൊരു കൗതുകം തോന്നി. അപ്പോൾ അദ്ദേഹം കുളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഇവന് കുറച്ച് ശാന്തസ്വരൂപമായിട്ട് ഇങ്ങനെ തോന്നി. പക്ഷേ അതിനിടക്കായിട്ട് അവൻ കുറച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന പോലെയായിട്ട് നമുക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ ആനക്കാര്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ മദപ്പാട് എന്ന് പറയുന്നത്, അതായത് മുസ്ത് എന്നൊരു വേറൊരു പേര് കൂടെ ഉണ്ട്. അതായത് ആണാനകൾക്ക് മിക്കവാറും കണ്ടുവരുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്. അതായത് പ്രജനന സമയത്ത്, അതായത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനകൾ തുടങ്ങുന്ന, അതായത് അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രത്യേക ഒരു ഇതാണ്, സ്വഭാവ സവിശേഷതയാണ് ഈ മദപ്പാട് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇവന്മാരുടെ ഹോർമോൺ, ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ വളരെ കൂടുതലായിരിക്കുള്ളൂ. അതിൻ്റെ പേരിൽ അവൻ വളരെ അക്രമകാരിയായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മദപ്പാടുള്ള ആനകളുടെ അടുത്ത് പോകരുത് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഊഷ്മാവും മറ്റ് എല്ലാം കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ അവനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഇങ്ങനെ ആനയെ വളരെ ഇതായിട്ട് ഇങ്ങനെ കുളിപ്പിക്കുന്നത്. കൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേറൊരു സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണല്ലേ. ഏത് തരത്തിലുള്ള ആനകൾക്കാണ് ഇത്തരത്തിലുള്ള മദപ്പാട് ഉണ്ടാകുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു 20-40 വയസ്സ് പ്രായമുള്ള ആനകൾക്കാണ് ഇത്തരം മദപ്പാട് കാണുന്നത്. മദപ്പാടിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം മദപ്പാട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അവൻ്റെ ആരോഗ്യം പ്രായമൊക്കെ അനുസരിച്ചിരിക്കുന്നതല്ലേ. ഇത് ശരിക്കും അവൻ്റെ തലയിലോട്ട് വെള്ളം അടിക്കുന്ന സമയത്ത് അവനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പുള്ളി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആ തലയിൽ പയ്യെ ഇങ്ങനെ തുമ്പിക്ക കൊണ്ടുപോയി അടിപ്പിക്കുന്നത്. അല്ലാതെ അവൻ ഇതായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദപ്പാടിൻ്റെ പ്രായം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറുപ്പപ്രായം എന്ന് പറയുന്നത്, അതായത് 20 വയസ്സിൽ താഴെ ഉള്ള ആനകൾക്ക് 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെയാണ് മദപ്പാടിൻ്റെ കാലാവധി എന്ന് പറയപ്പെടുന്നത്. മധ്യവയസ്സ് എന്ന് പറയുന്ന 20 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ആനകൾക്ക് 2 മാസം മുതൽ 4 മാസം വരെയാണ് മദപ്പാടിൻ്റെ കാലാവധി. പ്രായാധിക്യമുള്ള, അതായത് കുറച്ചുകൂടി പ്രായമുള്ള ആനകൾക്ക്, 35-ന് മുകളിൽ പ്രായമുള്ള ആനകൾക്ക് 4 മാസം മുതൽ 6 മാസം വരെയാണ് മദപ്പാടിൻ്റെ ഒരു കാലാവധി എന്ന് പറയപ്പെടുന്നത്.
തീർച്ചയായിട്ടും വേറൊരു സംശയമുണ്ടാകും. അതായത് ആനകൾക്ക് ഇണ ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വഭാവ സവിശേഷത കാണിക്കുമെന്ന് പറയുകയുണ്ടായിരുന്നാൽ, അപ്പോൾ ഈ ഇണ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ മതപ്പാട് മാറുമോ എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. അങ്ങനെ ഒരു ഇണചേരലിന് ശേഷം മാത്രം അതിൻ്റെ മതപ്പാട് അവസാനിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ മതപ്പാട് കുറച്ച് നാൾ വരെ അതിൻ്റെ പ്രായവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ച് ആരോഗ്യമൊക്കെ അനുസരിച്ച് അത് നിലനിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. സത്യത്തിൽ ഇവൻ്റെ ഈ ഭാവമൊക്കെ കാണുന്ന സമയത്ത്, അതായത് തുമ്പിക്കൈയൊക്കെ എടുത്ത് മസ്തകത്തിൽ അടിച്ചുള്ള ഇതും അല്ലെങ്കിൽ ഈ തല ഇങ്ങനെ ആട്ടി ഭയങ്കര ഭീകരമായ രൂപത്തിലുള്ള ഒരു നിപ്പും ഭാവവും ആട്ടമൊക്കെ കാണുന്ന സമയത്ത് സത്യത്തിൽ നമുക്ക് നന്നായിട്ട് പേടിയാവും. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങൾ മതപ്പാടുള്ള ആൻ്റെ അടുത്ത്, അതായത് ബോർഡ് വെച്ചിട്ടുണ്ട്, മതപ്പാടുള്ള ആൻ്റെ അടുത്ത് അധിക നേരം ചിലവഴിക്കരുതെന്നും പെട്ടെന്ന് തന്നെ മാറിപ്പോണമെന്നൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ആന ഈ സമയത്ത് വളരെയധികം അക്രമാസക്തനാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏത് മനുഷ്യനോട് മാത്രമല്ല, ഏത് ജീവികളോടായാലും അവൻ പെട്ടെന്ന് അസഹിഷ്ണുനാവും. പിന്നെ അതുകൂടെ തന്നെ അവിടെ അവന് ഭക്ഷിക്കാനുള്ള ഓലാമടൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എടുത്തെറിയാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ മതപ്പാടുള്ള ആൻ്റെ അടുത്ത് പോയിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു ഇതിനു വേണ്ടി നിൽക്കാനോ പാടില്ല എന്നാണ് അവർ തരുന്ന നിർദ്ദേശം. എന്നാൽ ഈ ആനക്കോട്ടയില മറ്റ് ആനകളുടെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആനകൾ നമ്മുടെ ഈ ആനക്കോട്ടയിലുണ്ട്. അവിടുത്തെ സ്റ്റാഫ് എന്നോട് കൃത്യമായ എണ്ണം പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ കൃത്യമായിട്ട് എത്ര ഉണ്ടെന്ന് ഓർക്കുന്നില്ല. ഏകദേശം 40 ആനകളിൽ താഴെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബാക്കിയുള്ള നമ്മൾ നേരത്തെ കാണിച്ച ആനയേക്കാൾ പ്രതി മറ്റുള്ള ആനകളെല്ലാം തന്നെ ശാന്തസ്വരൂപരാണ്, അവർക്ക് തന്നെ മതപ്പാടില്ല. പക്ഷേ അങ്ങനെ കരുതരുത്. നമ്മൾ ഈ റോഡ് കാണുന്ന, അതായത് നടവഴി കാണുന്ന അല്ലാതെ കണ്ട് ഉള്ളിലോട്ട് മാറി കുറേ ആനകളുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അവരെല്ലാം തന്നെ കുറുമ്പന്മാരാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാ ആനകളും ശാന്തസ്വരൂപരല്ല, കുറുമ്പന്മാരായിട്ടുള്ള ആനകളും ഉണ്ട്. അപ്പോൾ ആനയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊണ്ട് ഉപകാരമായിരിക്കുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത്തരം വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ, ബൈ ബൈ.